പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഷാഗേട്ടൻ ഇന്നലെ ഉണ്ടായ ആ ഒരു ആക്സിഡൻറ്റ് നാട്ടിലേക്ക് കയറ്റി വിടുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടി പെട്രോൾ ഉണ്ട്. ഓൾ ഇന്ത്യ അടിക്കുകയാണ്. 60 വയസ്സിലുണ്ട് പ്രായമുള്ള ആൾക്കാരും. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. സിലിഗുരിയാണ് ഉള്ളത്. സമയം രാവിലെ 8 മണിയാവുന്നു. നമ്മുടെ വിശാഖഘട്ടും ഇതും നല്ല ഉറക്കമാണ്. ഇന്ന് ഒരു 10 മണിക്കാണ് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റിലയൻസിൽ വന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. വേറെ ഒന്നുമില്ല, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചാണ്. പിന്നെ ഇന്ന് ചായ കുടിക്കണം. കടകളൊക്കെ അടച്ചിരിക്കുകയാണ്, ഇത് തുറന്നിട്ടില്ല. രാവിലെ തന്നെ ഒരു ചായ റെഡിയായി. ചായ കുടിക്കുന്ന ചെറിയൊരു കടയിലാണ്. ചെറിയ ചെറുക്കനാണ് ചായ ഉണ്ടാക്കി, അവനാണ് ചായ ഉണ്ടാക്കി തന്നത്. നല്ല ചായ കേട്ടോ. ഇവിടെ തന്നെയാണ്, ഈ കടയിൽ തന്നെയാണ് ഇവരെ വീടും. ഇതിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവരെ വീടും താമസമൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ചായലം കുടിച്ച് ഞാൻ തിരിച്ച് റൂമിൽ വന്നതാ. നിതു റെഡിയായി, നമ്മളെ വിശാഖഘട്ടൻ റെഡിയായി. പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. വേറെ ഒന്നുമല്ല, വിശാഖഘട്ടൻ ഇന്നലെ ഉണ്ടായ ആ ഒരു ആക്സിഡൻറ്റ് അത് കാരണം ഇനി മുന്നോട്ടേക്ക് യാത്ര ഉണ്ടാവില്ല. വിശാഖഘട്ടനെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുകയാണ്. ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബൈക്ക് കയറ്റി വിടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഏതായാലും ഇനി റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പറയാം. NGP റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് റിസർവേഷൻ ഓഫീസ്. ഇനി നമ്മുടെ വിശാഖഘട്ടൻ്റെ ബൈക്ക് ഇവിടെ നിന്നാണ് കയറ്റി വിടുന്നത്. വലിയ റെയിൽവേ സ്റ്റേഷനാണ്, സിലിഗുരി ടൗണിലെ വലിയ സ്റ്റേഷനാണ്. അപ്പോൾ ഈ കാണുന്ന പാലം കണ്ടില്ലേ, ഞാൻ നടക്കുന്ന പാലം. ഈ പാലത്തൂടെ പോയി ഫസ്റ്റ് കാണുന്ന എക്സിറ്റ് ഉണ്ട്, അതായത് താഴോട്ടേക്ക് റൈറ്റിലോട്ടേക്ക് താഴേക്ക് പോകണം. ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് എടുക്കുക, ലെഫ്റ്റ് എടുത്തിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ പാർസൽ ഓഫീസുണ്ട്. അവിടുന്ന് ബൈക്ക് കയറ്റി വിടാം. ഇനി ബൈക്ക് എങ്ങനെ പാർസൽ ചെയ്യണം എന്ന കാര്യം അടുത്തത് അവിടെ ഓഫീസ് പോയിട്ട് പറഞ്ഞു. ഇതാണ് പാർസൽ ഓഫീസ്. പാർസൽ ഓഫീസിൻ്റെ സൈഡിൽ നമ്മുടെ വിശാഖഘട്ടനും ഉണ്ട്, നിതുവുണ്ട്. ഇപ്പോൾ പെട്രോൾ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് തീർന്നല്ലേ? ഇപ്പോൾ കുറച്ചും കൂടി പെട്രോൾ ഉണ്ട്, അതും കൂടി തീർക്കണം. ബൈക്ക് ട്രെയിനിൽ പാർസൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പെട്രോൾ ഊറ്റിയെടുക്കുക. മൊത്തം കംപ്ലീറ്റ് ഊറ്റിയെടുത്താലേ വണ്ടി പാർസൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെയും എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒരു കോപ്പി വേണം. എന്തൊക്കെയാണ് വേണ്ടത്? വണ്ടിയുടെ RC, അത് ഓണർ നമ്മൾ തന്നെ ആയിരിക്കണം. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അവർ രണ്ടുപേരും കൂടി ബൈക്ക് പാർസൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോം കാര്യമൊക്കെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ID കാർഡിൻ്റെ കോപ്പി വേണം, പിന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പി, പിന്നെ RCയുടെ കോപ്പി. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഒറിജിനൽ ഓണർ അതാരാണോ അയാളും അവിടെ കൂടെ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ വിശാഖഘട്ടൻ വണ്ടി. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പെട്രോൾ ഫുൾ ഊറ്റിയതിന് ശേഷം പാക്ക് ചെയ്തു. പാക്കിങ്ങിന് മൊത്തം അവർ 600 റുപ്യ വാങ്ങി. ഈ വണ്ടി പാക്ക് ചെയ്യാൻ 600 റുപ്യ. ചാക്കിട്ട് മൂടി. ഇനി ഇന്നത്തെ വണ്ടി അല്ലെങ്കിൽ നാളത്തെ കൊച്ചിക്കുള്ള വണ്ടിക്ക് ഇത് കയറ്റിവിടും. ഇതാണ് നമ്മുടെ വിശാഖഘട്ടൻ. വിശാഖഘട്ടൻ, എന്താ തോന്നുന്നത്? നല്ല സന്തോഷം ഉണ്ടല്ലേ, മുഖം കണ്ടറിയാം. ചേട്ടാ എല്ലാ ദിവസവും പറയും എനിക്ക് സാമ്പാറും ചോറും മീൻകറി കൂട്ടണം, സാമ്പാറും ചോറും മീൻകറി കൂട്ടണമെന്നുണ്ട്. ഡെയിലി പറയും. എൻ്റെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ കാണിച്ചു തരാനും പറയും. അവസാനം ഞാൻ പടച്ചവൻ അറിഞ്ഞ് വിട്ടേക്കാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെ ദൈവം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പരിപ്പോട പോലത്തെ സാധനം സോഫ്റ്റാണ്. ചട്നി ഭയങ്കര എരിവാട്ട, നല്ല എരിവുള്ള ചട്നി അതിൻ്റെ കൂടെ. സൂപ്പർ. ഇടൂ, ചായയും കൂടി പറഞ്ഞു. ചായക്ക് വെയിറ്റ് ചെയ്യാം. കൊച്ചിക്കുള്ള ട്രെയിൻ നാളെ ഉള്ളൂ. ബാംഗ്ലൂർക്കുള്ള ട്രെയിനാണ്. 485 റുപ്യ. 2 മണിക്കാണ് സമയം.
ന്യൂ ജൽപൈഗിരി ജംഗ്ഷൻ ഇവിടുന്നാണ് പോകുന്നത്. വിശാഖട്ടൻ എല്ലാം റെഡിയായി ഇതാ പോവാണ് തിരിച്ച്. ഏതായാലും ഓൾ ദ ബെസ്റ്റ്. ഒരു വ്ളോഗ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ അനൗൺസ്മെന്റ് നോൺ സ്റ്റോപ്പ് നിർത്തുന്നേ ഇല്ല. ഇപ്പോൾ വിശാഖട്ട ഓൾ ദ ബെസ്റ്റ് എന്ന് പറയണ്ട. എന്ത് പറയാ, അടിച്ചു പൊളിക്ക്. ഇതൊക്കെ പാർട്ട് ഓഫ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാ, ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം ആയിട്ട് കാണണം. നമ്മളൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണതൊക്കെ. അല്ലാണ്ട് വേറെ എന്ത് പറയാ അല്ലേ? കൂടുതൽ പറഞ്ഞ് കഴിക്കുന്നത് എന്നെ കരയിപ്പിക്കരുത്. ഓക്കെ, നമ്മൾ 20-ാം തീയതിക്കുള്ളിൽ കൊച്ചിയിലെത്തും. ഓക്കെ. വിശാഖട്ടൻ ട്രെയിൻ കയറി ബാംഗ്ലൂർക്ക് പോയി. നമ്മൾ തിരിച്ച് ഹോട്ടലെത്തി. ഇതാണ് നമ്മൾ താമസിച്ച മുറിയൊന്നും കുഴപ്പമില്ല. പക്ഷേ 2500 രൂപ റെന്റ് ഉണ്ടായിരുന്നു 3 ആൾക്ക്. പിന്നെ നമ്മൾ ഇന്ന് ഏതാണ്ട് 2.5-3 മണിക്കൂർ വൈകി. എപ്പോഴേക്കും ഹോട്ടലുകാർ 1700 രൂപ ചാർജ് ചെയ്തു. അത് പിന്നീട് 1500 ആക്കി. എൻ്റെ അപ്പുറം കുറക്കൂല എന്ന് പറഞ്ഞത്. നല്ല റൂമൊക്കെയാണ്, പക്ഷേ മോശം സർവീസ് ആയിപ്പോയി. പിന്നെ നമ്മളിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും അവർ സഹകരിക്കാനോ ഒന്നും തയ്യാറായില്ല. ഏതായാലും ഇറങ്ങുകയാണ്. ഭൂട്ടാനിലേക്ക് മാക്സിമം പിടിക്കാൻ സമയം 4 മണിക്ക് എടുക്കുകയാണ്. എന്നാൽ ശരി, നമുക്കിനി വഴി വെച്ചാണ്. എങ്ങോട്ട് ഇത് സാധനം കണ്ട് ടേസ്റ്റ് വളരെ കുറവായിപ്പോയി. എന്താ വെച്ചാൽ വെള്ളം കൂടുതലാ. ഒരു സൂപ്പ് മോഡലായിപ്പോയി. ആഹാ. ഡോമിനോസിൽ വെച്ചിട്ട് ഇന്ന് പിസ്സ കഴിച്ചത്. ഇത് വെറൈറ്റി ആയിക്കോട്ടെ ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇന്ന് പിസ്സ കഴിച്ചത്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. കാരണം കഴിഞ്ഞ ഇത്രയും ദിവസം ചപ്പാത്തിയും ദാലും അതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്തു. ഇവിടെ റൂം കിട്ടാനില്ല. ഭയങ്കരം എവിടെ റൂം കിട്ടാനില്ല. ഇവിടെ ഭൂട്ടാൻ ബോർഡറായ ജേഗോ, ഇവിടുന്ന് 1 കിലോമീറ്ററാണ് ഭൂട്ടാനിക്ക്. നാളെ രാവിലെ 8:30 ഇന്ത്യൻ ടൈം 8:30 അവിടെ എത്തണം. അവിടെ 9 മണിക്കാണ് ഓഫീസൊക്കെ തുറക്കുന്നത്. അരമണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അവിടെ ഇവിടെ 8:30 എന്ന് പറയുമ്പോൾ അവിടെ 9 മണി. പിന്നെ നമ്മളൊരു പാർട്ടിനെ വിളിച്ചിട്ടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കർണാടകയിൽ നിന്ന് വന്ന 2 യാത്രക്കാരെ വണ്ടിയായത്. ഓൾ ഇന്ത്യ അടിക്കുകയാണ്. നല്ല പ്രായമുണ്ട്. ഏതാണ്ട് 10, 50, 60 വയസ്സായിട്ടുണ്ട് അല്ലേ? 60 വയസ്സിലുണ്ട് പ്രായമുള്ള ആൾക്കാർ. ബൈക്കുണ്ട് വീട്ടിൽ BMൻ്റെ. പക്ഷേ പ്രായം കാരണമാണ് അവർക്ക് ബൈക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. നമ്മൾ ആദ്യം റൂം എടുക്കാൻ നോക്കിയതായിരുന്നു. ഇവിടുത്തെ വില കാരണമാണ് നമ്മളിവിടെ ഒഴിവാക്കിയത്. ഇവിടെ 2000 രൂപയ്ക്ക് ഇവിടെ റൂം പറഞ്ഞത് നമുക്ക് 700 രൂപ കിട്ടി. എന്താ 28 സ്റ്റേറ്റ്സ് ആൻഡ് ബിയോണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഇവരെ ഫുൾ ഡീറ്റെയിൽസ്. ഇവർ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. മോട്ടിവേഷനാണ്, പ്രായം ഒരു തടസ്സമല്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അവസാനമായിട്ട് ബെല്ലൈക്കനും കൂടി അമർത്തുക. ശരി, ഗുഡ് നൈറ്റ്, നാളെ കാണാം.